Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to Midnight Spark. ചൂരൽമല മുണ്ടക്കയം ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ട ഒരു ശ്രുതിയെ നമുക്കറിയാമായിരുന്നു. ആ ഒരു സമയത്ത് ശ്രുതിയെ ചേർത്ത് പിടിച്ചിരുന്നത് ജെൻസൺ എന്ന് പറയുന്ന പ്രതിസുത വരനായിരുന്നു. 10 വർഷത്തെ പ്രണയത്തിന് ശേഷം അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു നിൽക്കുകയായിരുന്നു. വിവാഹത്തിന്റെ സ്വപ്നങ്ങളും മറ്റും കണ്ടിരിക്കുകയാണ് ഒരു കാർ ആക്സിഡന്റ് രൂപത്തിൽ ജെൻസനെയും മരണം കവർന്നെടുക്കുന്നത്. ഇതെല്ലാം നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെ. ഇത്രയും വലിയ ദുരന്തങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും ആ ഒരു കുട്ടി വെറും 23 വയസ്സ് മാത്രമായിരുന്നു ഈ ഒരു ദുരന്തങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ശ്രുതിക്കുണ്ടായിരുന്നത്. ഇപ്പോഴവൾക്ക് 24 വയസ്സ്. ഇപ്പോഴവൾ ജീവിതത്തിലേക്ക് പടിപടിയായിട്ട് കയറി വരുന്നു. ജീവിതം എന്താണെന്നും തിരിച്ചറിയാനുള്ള പക്വതയും പ്രായമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സംഭവങ്ങളെല്ലാം താങ്ങി നിൽക്കുന്ന മനസ്സാണെങ്കിൽ കൂടി അവളെ വീണ്ടും പിടിച്ചുലയ്ക്കുന്നത് വേറൊരു വേദനയാണിപ്പം. അതായത് കഴിഞ്ഞ ദിവസം ജെൻസന്റെ പിതാവ് ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഈ ഒരു ജെൻസൺ മരിച്ചതിന് ശേഷം അടവുകളെല്ലാം മുടങ്ങിക്കിടക്കുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പം വീട് വരെ ജപ്തിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ന്യൂസ് പുറത്തു വന്നതും എല്ലാവരും ഈ ഒരു ശ്രുതിയെ സൈബർ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരുപാട് ബാഡായിട്ടുള്ള മെസ്സേജും കമൻസും ഒക്കെ ഈ ഒരു ശ്രുതിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഇൻബോക്സുകളിലേക്കും കമൻസുകളിലേക്കും വന്ന് നിറയാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഈ ഒരു ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി ജെൻസന്റെ ഫോട്ടോകളെല്ലാം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ നിന്ന് റിമൂവ് ചെയ്തു. അതിൻ്റെ കാരണം എന്താണ് എല്ലാം കൂടെ ചേർത്ത് വായിച്ചപ്പോൾ ജനങ്ങൾ വിധി എഴുതി ഇവൾ ഈ ഒരു ജെൻസനെ അങ്ങ് മൊത്തമായിട്ട് മറന്നു കളഞ്ഞു. അവൾ അവളുടെ പുതിയ ലൈഫിൽ അത്രയും സംതൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോകളെല്ലാം എല്ലായിടത്തും പോസ്റ്റ് ചെയ്യുന്നു. അതീവ സന്തോഷവതിയായിട്ട് കാണപ്പെടുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പൊതുസമൂഹത്തിന് ഒരുപാട് നെഗറ്റീവ് ചിന്താഗതിയായി ഈ ഒരു ശ്രുതിയുടെ മേലെ. അതിൻ്റെ പേരിൽ ഇപ്പം ഈ ഒരു കുട്ടി നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ആക്സിഡന്റുകളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ശ്രുതിയെ ഒരു കൗൺസിലിങ്ങിന്റെ രൂപത്തിൽ മുന്നോട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചിരുന്നത് സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള താഹിറ കല്ലുപുരയ്ക്കലാണ്. ഈ ഒരു താഹിറ കല്ലുപുരയ്ക്കലിന്റെ ഒരു കുറിപ്പിലൂടെയാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം പൊതുസമൂഹം അറിയുന്നത്. ശ്രുതി ഇപ്പോൾ ഒരു കടുത്ത സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ആ കുട്ടിയുടെ മനസ്സ് പിടിവിട്ടു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ താഹിറയാണ് ഈ ഒരു സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ അവർ വീണ്ടും കൂട്ടിച്ചേർക്കുന്നുണ്ട്, ശ്രുതി ഒരിക്കലും ജെൻസനെ മറന്നു കളഞ്ഞത് കൊണ്ടല്ല. അതായത് ഒരാൾ അനുഭവിക്കുന്ന വേദന അയാൾക്ക് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ എത്രയൊക്കെ നമ്മുടെ വേദന ഒരാളോട് പറഞ്ഞു ഫലിപ്പിച്ചാലും ആൾ കേട്ടു നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു കഥ മാത്രമാണ്. ആ ഒരു സമയത്ത് അവർക്കൊരു ചെറിയ ഫീൽ തോന്നുമെങ്കിലും അത് കഴിയുമ്പം അവരത് മറന്നു പോകും. ആ വേദന പക്ഷെ നമ്മൾ ഒരിക്കലും മറക്കില്ല, നമുക്ക് മാത്രമായിട്ടുള്ള വേദനയാണ്. അതുപോലെ തന്നെയാണ് ഈ ശ്രുതിയുടെ കാര്യം. ശ്രുതി ജെൻസന്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്ന് മാറ്റിയതിന്റെ കാരണം ശ്രുതി ജെൻസനെ മറന്നു എന്നല്ല, അവൾക്ക് അവളുടെ ഫോട്ടോകൾ കാണുമ്പോൾ പഴയ ഓർമ്മകളും കാര്യങ്ങളും പിന്നെയും മനസ്സിൽ വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ സങ്കടക്കടലിൽ ആഴ്ന്നു പോവുകയാണ്. ആ ഒരു സിറ്റുവേഷൻ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രുതി ജെൻസന്റെ ഫോട്ടോകളെല്ലാം റിമൂവ് ചെയ്തത്. പിന്നെ ഈ ഒരു ജെൻസന്റെ കുടുംബം ഇപ്പം കടക്കണിയിലാണെന്നും വീട് വരെ ജപ്തിയാണെന്നും പറയുന്നുണ്ടല്ലോ, അതിലും ഈ ഒരു ശ്രുതി അത്യാവശ്യം അവളെ കൊണ്ട് കഴിയുന്ന പോലെ സഹായിച്ചിട്ടുണ്ട്. ജെൻസന്റെ പിതാവിനെ ആ ഒരു പൈസ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു താഹിറ കല്ലുപുരയ്ക്കലാണ് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുറിപ്പായിട്ട് പുറത്തേക്ക് വിടുന്നത്. ആൾക്കാർ അങ്ങനെയെങ്കിലും ഈ ഒരു ശ്രുതിയെ ഈ ഒരു സൈബർ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട്. കാരണം ഇത് അവരെ കൊണ്ട് കഴിയുന്ന ഒരു നന്മയാണ് അവർ ചെയ്തത്. കാരണം ഇത്രയും വലിയ ആഘാതങ്ങൾ ജീവിതത്തിൽ, ഇത്രയും വലിയ ദുരന്തങ്ങൾ അനുഭവിച്ച ശ്രുതി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ? ആ കുട്ടി ജീവിക്കട്ടെ. 24 വയസ്സ് മാത്രമല്ലേ ഇപ്പൊ പ്രായമുള്ളൂ. കാരണം 24 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രായമാണ്. ആ ഒരു സമയത്ത് തന്നെ ഇത്രയും അവൾക്ക് ശരിക്ക് നല്ല മനസ്സിന് കട്ടിയുള്ള കുട്ടിയാണ് ശ്രുതി. ഇല്ലെങ്കിൽ ഇത്രയും വലിയ ആഘാതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരായാലും മനസ്സുടഞ്ഞ് ചിലപ്പോൾ പിടിവിട്ടു പോയി ഭ്രാന്തൊക്കെ ആയിന്ന് വരും. പക്ഷെ ആ കുട്ടി അവിടെ എല്ലാം പിടിച്ചു നിന്നു. എന്നിട്ടും ഈ ഒരു സമൂഹം അവളെ വെറുതെ വിടുന്നില്ല. സൈബർ അറ്റാക്ക് എന്ന പേരിൽ നിരന്തരം പിന്തുടർന്നുകൊണ്ട് അവളെ വളഞ്ഞ് അറ്റാക്ക് ചെയ്യാണ്. എന്താണ് നിങ്ങളിങ്ങനെ?
ഇങ്ങനെ ചെയ്യാതിരിക്കുമോ? അവൾ പുരുഷൻ, അതായത് 10 വർഷം സ്നേഹിച്ച, വിവാഹം സ്വപ്നം കണ്ട ആ പുരുഷനാണ് അവളുടെ മുമ്പിൽ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു പോകുന്നത്. ഇതെല്ലാം ആ കുട്ടി സഹിച്ചു. ഇനി അവൾ ജീവിക്കട്ടെ, എന്തെങ്കിലും നല്ല രീതിയിൽ ജോലി, അതായത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, ആ ഒരു ജോലിയിൽ അവൾ ജീവിക്കട്ടെ. എങ്കിൽ കൂടി ബാക്കിയുള്ള വാഗ്ദാനങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. വീടുണ്ടാക്കി കൊടുക്കാമെന്നുള്ള വാഗ്ദാനങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. അവൾ ഇപ്പോഴും താമസിക്കുന്നത് വാടക വീട്ടിൽ തന്നെയാണ്. പക്ഷേ അവൾ ഇപ്പോൾ ഉള്ള തന്റെ ചെറിയ വരുമാനത്തിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടതാണ് ഇപ്പം അവൾ ചെയ്ത ഏറ്റവും വലിയ അപരാധം. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജെൻസന്റെ പേരിൽ എന്നും വിദൂരതയിലേക്ക് കണ്ണു നട്ട് കണ്ണീരൊഴുക്കി ഇരിക്കണം എന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത്? എങ്കിൽ മാത്രമേ ശ്രുതി നല്ലൊരു പെൺകുട്ടി ആവുള്ളായിരുന്നോ? അവളൊന്ന് ചിരിച്ചതാണോ നിങ്ങൾക്ക് ഏറ്റവും വലിയ കുഴപ്പമായിട്ട് തോന്നുന്നത്? ഈ ഒരു ചിന്താഗതിയൊക്കെ മാറണം. നമ്മൾ കണ്ടിരുന്നു ഈ ഒരു കെവിൻ നീനു പ്രശ്നം, അതും ഇങ്ങനെ തന്നെയായിരുന്നു. ദുരഭിമാന കൊലയ്ക്ക് ഇരയായിട്ടുള്ള കെവിന് വേണ്ടിയിട്ട് ഒരുപാട് നീനു പോരാടിയിരുന്നു. പക്ഷെ നീനു ഇപ്പം ഒരു പുതിയ ജീവിതമായിട്ട് സന്തോഷത്തോടെ ജീവിക്കട്ടെ. കാരണം അതൊക്കെ ചെറിയ ചെറിയ പ്രായമുള്ള കുട്ടികളാണ്, പെൺകുട്ടികളാണ്. അവൾ ജീവിക്കണ്ടേ അപ്പം? അതോ അവരുടെ സ്നേഹിച്ചിരുന്ന ആൾക്കാരൊക്കെ പോയി അതുകൊണ്ട് അവരും കൂടെ മരിക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ വളരെ മോശമാണ്. കുറച്ചെങ്കിലും അവള് സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇത്രയും വലിയ ദുരന്തങ്ങളൊക്കെ അനുഭവിച്ചില്ലേ, ഇനി അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം ഇനിയും അവള് മുന്നോട്ട് തന്നെ പോകണം. ധൈര്യവതിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി മുന്നോട്ട് തന്നെ ജീവിക്കട്ടെ. നമുക്കെല്ലാം അവളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവാം. അവളെ താഴ്ത്താനല്ല, അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ഒരു ന്യൂസ് കണ്ടപ്പം, അതായത് ഇവരുടെ ഈ ഒരു കുറിപ്പ് കണ്ടപ്പം എനിക്ക് ഇതൊക്കെയാണ് പറയാൻ തോന്നിയത്. കാരണം ജീവിതമാണ്, ജീവിക്കട്ടെ. അവര് ചെറുപ്പമാണ്, ചെറുപ്പത്തിൽ ജീവിക്കട്ടെ. അതല്ലേ വേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്താണ് തോന്നുന്നത്? ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.